Good afternoon, everyone. Today, on 6/10/2020, we, KCA Team 2020, would like to invite you all to the most prestigious scheme implemented by us, the inauguration of laptop distribution. For that, I would like to invite Advocate T.K. Ajit Kumar Sir, Secretary, KCA, to deliver the welcome speech. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു ചെറിയ ക്ഷമാപണത്തോടു കൂടി തുടങ്ങാം. ക്ഷമ എല്ലാത്തിനും നല്ലതാണല്ലോ. പ്രത്യേകിച്ച് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് സാറിനെ 1 മണിക്കൂറോളം നമ്മൾ വെറുതെ ഇരുത്തി. കാരണം അദ്ദേഹത്തിന് ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ ഉണ്ടായിരുന്നു, 2 മണിക്ക് നമ്മൾ പറഞ്ഞു. പക്ഷേ ചില സാങ്കേതിക തടസ്സം പോലും, പിന്നെ പതിവ് പോലെ നമ്മൾ പറയാറുള്ള എടപ്പള്ളിയിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്ര എത്ര ദുഷ്കരമാണ്, പ്രത്യേകിച്ച് ലാപ്ടോപ്പ് കൊണ്ടുള്ള യാത്ര എത്ര ദുഷ്കരമാണെന്ന് നമുക്ക് മനസ്സിലായി കാണും. കാരണം 1 മണിക്കൂറിലധികം വേണം അവിടെ നിങ്ങളുടെ എത്താൻ. എന്തായാലും ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ ആർ ലക്ഷ്മിനാരായണൻ. കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ വ്യത്യസ്തങ്ങളായ നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടിയുള്ള പല സ്കീമുകൾ ആവിഷ്കരിക്കുന്നതിലും അത് നടപ്പാക്കുന്നതിലും വളരെ സത്വരമായ ശ്രദ്ധ ചെലുത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും നമുക്ക് എന്നും നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിച്ച് നമ്മളെ നേരായി നയിക്കുകയും ചെയ്യുന്ന നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മോട് സമ്മതിക്കുകയും നമ്മൾ എന്ത് ആവശ്യങ്ങൾക്കും പറഞ്ഞു കഴിഞ്ഞാലും ഉടനെ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് നമ്മോട് സഹകരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജഡ്ജി ശ്രീ എ മുഹമ്മദ് മുസ്താഖ് സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യും. ഇന്ന് ഈ ലാപ്ടോപ്പ് സ്കീമിൻ്റെ പ്രവർത്തന കമ്മിറ്റിയുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്ന കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റായ ശ്രീ എം ആർ ഹരിരാജാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് അദ്ദേഹത്തിനെ വേദിയിൽ ഇരുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതിന് ക്ഷമയോട് കൂടിയിട്ട് അദ്ദേഹത്തെ താരത്തെത്തിയിരിക്കുകയാണ്. അടുത്തതായി ഈ ചടങ്ങിൽ ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്നത് നമ്മുടെ KSFUയുടെ ഡയറക്ടറും നമ്മുടെ കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷനിലെ മെമ്പറും കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ ഈ വർഷത്തെ കമ്മിറ്റിയുടെ ഇൻറ്റേർണൽ ഓഡിറ്ററുമായ ശ്രീ അഡ്വക്കേറ്റ് ശ്രീ VK പ്രസാദ് സാറാണ്. അദ്ദേഹത്തിൻ്റെ സത്വരമായ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് ഈ നടപടി നമുക്ക് ഇത്രയും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞത്. കാരണം ഒരു ജൂനിയർ ലോയർ സംബന്ധിച്ചിടത്തോളം ഒരു ലോൺ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്, എന്നുകൂടി ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ച് പറയാമെന്ന്. അതിനുവേണ്ടി എവിടെയെല്ലാം നമ്മൾ ഫിനാൻസ് കമ്പനികളെ സമീപിച്ചവർക്കറിയാം അത് കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അത് കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരു ലാപ്ടോപ്പ് സ്വന്തമാക്കാതെ ഈ പ്രൊഫഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊരു അവസരം ഉണ്ടായിരിക്കുക. കാരണം പെട്ടെന്ന് വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ നമ്മൾക്കത് അനിവാര്യമാക്കി. അതുകൊണ്ട് തന്നെ ഈ സംഭവം നമ്മൾ ഈ പ്രോജക്റ്റ് അവതരിപ്പിച്ചാൽ തന്നെ അതിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്ന പ്രസാദ് സാറിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ KSFUയുടെ ബ്രാഞ്ച് മാനേജർ വിജിത് കുമാർ, ബ്രാഞ്ചിൽ നിന്നും വാങ്ങിയിട്ടുള്ള മറ്റ് സഹപ്രവർത്തകർ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ലാപ്ടോപ്പുകൾ ഏറ്റുവാങ്ങുന്നതിനായി ഈ സ്കീം അവതരിപ്പിച്ചപ്പോൾ തന്നെ ഈ സ്കീമിലുള്ള വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് ആദ്യത്തെ ആപ്ലിക്കേഷൻ തന്നത് അഡ്വക്കേറ്റ് അബു മാത്യു. അതുപോലെ തന്നെ ജൂനിയർ ലോയേഴ്സിനെ പ്രത്യേകിച്ച് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജൂനിയർ ലോയേഴ്സിലെ മെമ്പർമാരായ ആദ്യം ആപ്ലിക്കേഷൻ തന്നിട്ടുള്ള മെയിൽ മെമ്പർ ഋത്വിക് നമ്പൂതിരി, അതുപോലെ നവനി ഡീപ്പായി, ലേഡി മെമ്പറായ അഡ്വക്കേറ്റ് ഐശ്വര്യ രമേശൻ എന്നിവരെയും ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നന്ദി പറയുന്നത് നമ്മുടെ ജൂനിയർ ലോയേഴ്സ് കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ ജൂനിയർ വെൽഫെയർ ഫണ്ട് സെക്രട്ടറി അഡ്വക്കേറ്റ് S രഞ്ജിത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.
Thank you, T.K. Ajit sir, for that welcome speech. Now I would like to invite Advocate R. Lakshmanan sir, President, to deliver the presidential address. Thank you, sir. എത്രയും ബഹുമാന്യനായ ജസ്റ്റിസ് മുസ്താഖ് സർ, എൻ്റെ പ്രിയ സുഹൃത്ത് സെക്രട്ടറി ടി കെ അജിത് കുമാർ, മറ്റ് അസോസിയേഷൻ ഭാരവാഹികളെ, ശ്രീ പ്രസാദ് സാർ ഈ സ്കീമിൻ്റെ ഒരു പാർട്ണറായ KSFE-യുടെയും ഡയറക്ടറാണ്, അതുപോലെ നമ്മുടെ ഇൻറ്റേർണൽ ഓഡിറ്റർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടി യത്നത്താലാണ് ഇങ്ങനൊരു സ്കീം നമുക്ക് പൂർത്തീകരിച്ച് നടപ്പാക്കാൻ സാധിച്ചത്. മറ്റുള്ള ഇത് സദസ്സില്ലാത്തതുകൊണ്ട്, ഇത് ലൈവ് സ്ട്രീമിംഗ് ആയതുകൊണ്ടും ഇത് കാണുന്ന എല്ലാ മെമ്പേഴ്സിനും മറ്റു സുഹൃത്തുക്കൾക്കും എൻ്റെ പ്രത്യേകമായ ഒരു ഗ്രീറ്റിംഗ്സ്. എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്ത് സെക്രട്ടറി സംസാരിച്ചപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് ഒന്ന് വിട്ടുപോയി, അതിന് ക്ഷമിക്കണം. ഈ ചന്ദ്രബാബു എച്ച് നായർ, അദ്ദേഹം ഡയറക്ടറാണ് ICPL സിസ്റ്റംസ് ആൻഡ് ടെക്നോളജീസ്, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ പാർട്ട് വഹിക്കുന്ന അദ്ദേഹം നമ്മളായിട്ട് സഹകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനും പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം പറയാണ്. ഞാൻ അധികം നീട്ടുന്നില്ല, കാരണം വളരെ വൈകി ബഹുമാന്യായ ജസ്റ്റിസിന് മറ്റൊരു മീറ്റിങ്ങിലേക്ക് പ്രവേശിക്കുന്നതിനുണ്ട്. ഞാൻ ഇന്ന് മുസ്താഖ് സാറായിട്ട് കാലത്താണ് വിളിച്ചത്. സാർ, ഇങ്ങനൊരു പ്രോഗ്രാമുണ്ട്, ഒന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും സ്പീഡിൽ എത്ര മണിക്ക് ഞാൻ വരണം, എപ്പോൾ വരണം എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അത്രയും ഒരു ബാർ ഫ്രണ്ട്ലി ആയ സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന് തന്നെ ഈ ഹൈക്കോടതിയിലെ ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിലും അദ്ദേഹം വഹിക്കുന്ന പങ്ക് നമുക്കറിയാം. ഏറ്റവും ഈ നിർണായക ഘട്ടത്തിൽ വളരെ വലിയൊരു സേവനം ആണ് അദ്ദേഹം ഈ ലീഗൽ ഫ്രട്ടേണിറ്റിക്ക് വേണ്ടി, ജുഡീഷ്യറി എന്ന് ഞാൻ പറയില്ല, ലീഗൽ ഫ്രട്ടേണിറ്റിക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്. അദ്ദേഹം തന്നെ നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനത്തിന്, ഡിസ്ട്രിബ്യൂഷൻ ഉദ്ഘാടനം കിട്ടിയതിൽ ഉള്ള സന്തോഷം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. അപ്പോൾ ഇന്ന് സാറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് പെട്ടെന്ന് എനിക്കൊരു അദ്ദേഹത്തിൻ്റെ ഒരു വാട്സാപ്പിൽ നോക്കിയപ്പോൾ അതിൽ ഇങ്ങനെയാണ് എഴുതി കാണുന്നത്: എവറിത്തിങ് യു ഡു നൗ ഈസ് ഫോർ യുവർ ഫ്യൂച്ചർ. ചെറിയ സെൻറ്റൻസ് ആണെങ്കിൽ അത് വളരെ ശക്തമായൊരു മെസ്സേജാണ് അതിൽ നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും അത് കാണാം. അതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്, നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടിയാണ്. ഇപ്പോൾ എന്താണ്, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ KSFE ആയിട്ട് ചേർന്നുള്ള അസോസിയേഷൻ്റെ സംരംഭം ഏറ്റവും കൂടുതൽ അഭിഭാഷകർക്ക് ഇപ്പോൾ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ എത്രത്തോളം നമ്മൾ ടെക്നോളജിയെ അബ്സോർബ് ചെയ്തിട്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഒരു സന്ദേശം. പല ടോക്കും ഞാൻ ജസ്റ്റിസ് മുസ്താഖ് സാറിൻ്റെ കേട്ടിട്ടുണ്ട്. ഇത് വി ആർ ലൈബിൾ ടു ആൻഡ് വി ഷുഡ് അഡോപ്റ്റ് ദി ന്യൂ ടെക്നോളജി ഫോർ ദി ബെറ്റർമെൻറ്റ് ഓഫ് ദി സിസ്റ്റം. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും നമുക്ക് കുറച്ചുകൂടി ഉപദേശം ഇപ്പോൾ തന്നെ ഈ മീറ്റിങ്ങിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഏറ്റവും നല്ല രീതിയിൽ ഈ സ്കീം മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ 400ഓളം ആപ്ലിക്കേഷൻസായി, ഇറസ്പെക്റ്റീവ് ഓഫ് ജൂനിയർ സീനിയർ. ഇത് അഭിഭാഷകരുടെ ഒരു സ്കീമായി അത് നെഞ്ചിലേറ്റി ഇത് മുന്നോട്ട് പോകുന്നു. ഏറ്റവും നല്ല രീതിയിലുള്ള സഹകരണം എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അതിൽ മനസ്സ് നിറഞ്ഞ ഒരു സ്കീം. പലതും ചെയ്യാൻ സാധിച്ചില്ല ഈ കമ്മിറ്റിക്ക്, എന്നാൽ ഇങ്ങനൊരു സ്കീം ചെയ്ത് അത് പൂർണ്ണതയിലേക്ക് എത്തുന്നുമ്പോഴുള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് 2 വാക്കുകൾ നിർത്തുകയാണ്. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. Thank you, sir. Now I would like to invite Advocate Hariraj sir, Vice President of KCA, to give a report on the laptop scheme. Please, sir. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഈ ലാപ്ടോപ്പ് വിതരണ സ്കീം ആരംഭിച്ചപ്പോൾ നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത് കുറഞ്ഞത് 200 ലാപ്ടോപ്പുകൾ ഈ സ്കീമിന് കീഴിൽ വിതരണം ചെയ്യണമെന്ന്. അത് ഓണം വെക്കേഷൻ കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ അനൗൺസ് ചെയ്തത്, ആപ്ലിക്കേഷനുകൾ വിളിച്ചു തുടങ്ങിയത്. ആ 200 എന്നുള്ള സംഖ്യ വളരെ പെട്ടെന്ന് എത്തുകയും വാസ്തവത്തിൽ നമ്മളുടെ അവസാന തീയതി, ആപ്ലിക്കേഷൻ മേടിക്കുവാനുള്ള അവസാന തീയതി ഒക്ടോബർ 15 അതിനുള്ളിൽ തന്നെ ഇന്നലത്തെ കണക്കനുസരിച്ച് 330 അപേക്ഷകൾ ലോൺ വഴി ലാപ്ടോപ്പ് സ്വീകരിക്കുന്നതിനും 50 അപേക്ഷകൾ മുഴുവൻ പണവും ആദ്യം തന്നെ നൽകി ലോൺ ഇല്ലാതെ ലാപ്ടോപ്പുകൾ സ്വീകരിക്കുന്നതിനും ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന്
ഈ കണക്ക് വരാത്ത ഒരു 3-4 അപേക്ഷകൾ വേറെയും വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും 5-6 അപേക്ഷകൾ വീതം നമുക്കിവിടെ അസോസിയേഷനിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അഭൂതപൂർവമായ സ്വീകാര്യതയാണ് ഈ സ്കീമിന് ഉള്ളത് എന്നുള്ളത് തന്നെ ഈ സ്കീമിൻ്റെ ആവശ്യകതയെ ഊന്നി പറയുന്ന ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദേശം ഈ സ്കീം തീരുമ്പോഴേക്കും 400-450 ലാപ്ടോപ്പുകളെങ്കിലും തീർച്ചയായും ഈ സ്കീം വഴി വിതരണം ചെയ്യപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ റിപ്പോർട്ടിനോടൊപ്പം തന്നെ KSFEയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഏറ്റവും സഹകരണകരമായ മനോഭാവം എടുത്തു പറയാതെ തരമില്ല. അത് നമ്മളുടെ പ്രിയങ്കരനായ പ്രസാദ് സാറിൻ്റെ സമയോചിതമായ പല ഇടപെടലുകൾ കാരണം വാസ്തവത്തിൽ KSFE സാധാരണ നിലയിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന പല കാര്യങ്ങളും വേണ്ട എന്ന് വെച്ച്, പ്രോസസ്സിംഗ് ഫീ അടക്കം വേണ്ട എന്ന് വെച്ച് നമ്മളോട് ഈ കാര്യത്തിൽ സഹകരിച്ചിട്ടുണ്ട്. അവർ ഇന്ന് ഒരു കെട്ട് അപേക്ഷകൾ കൊടുത്താൽ അടുത്ത ദിവസം നമ്മുടെ വിജിത് സാർ ഇവിടെയുണ്ട്, അദ്ദേഹം വിളിക്കും, എല്ലാം ശരിയായി ഡാറ്റയൊക്കെ കയറി ഇനി അടുത്ത എന്നാണ് തരിക എന്ന് ചോദിക്കും. അതുപോലത്തെ പ്രതികരണമാണ്. അത്ര വേഗത്തിൽ ഒക്കെ ഈ ലോണൊക്കെ ശരിയാവും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായെങ്കിലും വലിയ അത്ഭുതമായ കാര്യമാണ്. അതുപോലെ ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന ICPL എന്ന് പറയുന്ന കമ്പനി വാസ്തവത്തിൽ ഇന്ന് രാവിലെ അവരെ വിളിച്ചു പറഞ്ഞ് ലാപ്ടോപ്പുകൾ ഇവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു. ഉച്ചയായപ്പോഴേക്ക് ലാപ്ടോപ്പ് എത്തിക്കും എന്നാണ് അവർ പറഞ്ഞത്. അത് കുറച്ച് ഡിലേ ആയെങ്കിൽ പോലും ഇത്ര വേഗത്തിൽ ഇത്രയധികം ലാപ്ടോപ്പുകൾ ഇവിടെ എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നു. 200 എണ്ണം എന്നുള്ളത് 200 എണ്ണവും അവരെത്തിക്കുകയാണ്. അതിൽ 5 എണ്ണം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. 200 എണ്ണവും ഇന്ന് തന്നെ എത്തിച്ചിക്കാം എന്നാണ് അവർ സമ്മതിച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ മുതൽ ഈ പറയുന്ന ആദ്യത്തെ 200 ലാപ്ടോപ്പുകൾ നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കും. നാളെ മുതൽ ഈ കോവിഡ് പ്രോട്ടോക്കോൾ ഉള്ളത് കൊണ്ട് കുറച്ച് പേരെയായിട്ടായിരിക്കും വിളിക്കുക. ഇവിടെ നിന്ന് അസോസിയേഷനിൽ നിന്ന് ഫോണിൽ ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് സ്വീകരിക്കേണ്ടവരെ വിളിക്കുന്നുണ്ട്. അവർ നാളെ മുതൽ വന്ന് സ്വീകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ 200 ലാപ്ടോപ്പുകൾ കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ബാക്കിയുള്ള അപേക്ഷ കൊടുത്തവർക്ക് എല്ലാവർക്കും തന്നെ ലാപ്ടോപ്പുകൾ എത്തിക്കാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. 155 പേര് ലോണോടുകൂടിയും 45 പേര് ഡൗൺ പേയ്മെൻറ്റ് മുഴുവൻ പേയ്മെൻറ്റ് തന്നവരും ആണ് ആദ്യത്തെ 200 ലാപ്ടോപ്പുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നാളെ മുതൽ നമ്മളുടെ സ്കീം പ്രകാരമുള്ള ലാപ്ടോപ്പുകൾ ഹൈക്കോടതിയിലെ അഭിഭാഷകർക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും എന്നുള്ള ചരിതാർത്ഥ്യത്തോടു കൂടി ഈ റിപ്പോർട്ട് എല്ലാവരുടെയും മുമ്പാകെ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Arista sir. Thank you for giving us a brief idea on the report on laptop scheme. Thank you, sir. Now, I would like to invite Honorable Justice Mohammad Mustaq sir for the most anticipated event of the day, handing over of the laptop. I would like to invite Advocate Abu Matthew, who gave the first application, to come to the dais and collect the laptop from Mustaq sir. Abu Matthew. Thank you, sir. Now I would like to invite Advocate Hrithik Nambudri to come to the dais and collect the laptop. I would like to invite Advocate Aishwarya Rameshan to come onto a dais and collect your laptop. And finally, I would like to invite Advocate Navneet Deepai to come to the dais and collect the laptop. I would like to invite Lordships for inaugural speech. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
പരിപാടി തുടങ്ങാൻ താമസിച്ചതിൽ എന്നോട് ക്ഷമാപണം പറയേണ്ടതില്ല. പക്ഷേ ഞാൻ അവിടെ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞതിൽ എനിക്ക് വലിയ അതിനജിത്ത് ക്ഷമാപണം പറഞ്ഞേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു അവിടെ വെറുതെ ഇരിക്കാറില്ല സാധാരണ. പിന്നെ ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഷോർട്ട് കമ്മിങ് ആണ്. ജീവിതത്തിൽ ഏറ്റവും ദുർഘടമായ ഒരു പാതയിലാണ് നമ്മൾ അഭിഭാഷകർ, ലീഗൽ ഫ്രട്ടേണിറ്റിയിലെ ജഡ്ജിമാരൊഴികെ നിങ്ങൾ സഹിക്കുന്നത്. അത് പ്രത്യേകിച്ച് ജൂനിയർ അഭിഭാഷകർ. കാരണം ആദ്യത്തെ 5 വർഷം അല്ലെങ്കിൽ ഒരു 7 or 10 വർഷം അവരുടെ ഏറ്റവും ദുർഘടമായ പാതയിലൂടെയാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഒരു കോവിഡ് പോലെയുള്ള കാലഘട്ടത്തിൽ അതിൻ്റെ ഭീകരത കൂടുതലാക്കുകയുള്ളൂ. പലർക്കും വേറെ ജോലികൾ അന്വേഷിക്കാമെന്ന് തോന്നുകയും പക്ഷേ വേറെ ജോലികൾ കിട്ടില്ല, ഇത് തന്നെയാണ് കൂടുതൽ നിലനിൽക്കാൻ സാധിക്കുള്ളൂ എന്നുകൊണ്ടാണ് പലരും നിൽക്കുന്നത്. അത്രയും വിഷമം പിടിച്ച കാലഘട്ടത്തിലാണ് അവിടെ ഒരു ആശ്വാസത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുമായി ബാർ അസോസിയേഷൻ തന്നെ മുന്നിട്ടിറങ്ങിയതിൽ അവരെ പ്രകീർത്തിക്കുകയാണ്. ഈ ബാർ അസോസിയേഷന്മാർ വ്യക്തിപരമായി ഇത്രയും തേജാവധം ചെയ്യപ്പെട്ട ഒരു അസോസിയേഷൻ എനിക്ക് തോന്നുന്നില്ല, എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടില്ല. വളരെ സങ്കടമുണ്ട് ആ കാര്യത്തിൽ. അവർ ചില കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കാം, ചില കാര്യത്തിൽ ഗുണകരമായി ചെയ്തിരിക്കാം, ചില കാര്യങ്ങൾ അവരുടെ കഴിവിനപ്പുറത്തായിരിക്കാം. പക്ഷേ നമ്മളൊക്കെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണെന്ന് പലരും മറന്നുപോകുന്നു. സാമൂഹ്യ മാധ്യമങ്ങളുള്ളതുകൊണ്ട്, വാട്സപ്പുകളുള്ള, ഫേസ്ബുക്കുകളുണ്ട്, എന്തും ആരെയും എഴുതുക എന്ന ചിന്തിക്കുന്നൊരു സമൂഹമാണ്. അതിൻ്റെ ഭാഗമാണ് പല ജൂനിയർ അഭിഭാഷകരും. അങ്ങനെ വരുമ്പോൾ അതും ദുഃഖം തോന്നുന്നു. നമ്മൾ ഓർക്കണം, നമ്മളെ ഐഡൻറ്റിറ്റി വ്യക്തിപരമായി ഉണ്ടാക്കിയ ഐഡൻറ്റിറ്റി അല്ല, ഒരു കലക്റ്റീവ് ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ് ഓരോ അഭിഭാഷകർ. നമുക്ക് ഉണ്ടാവുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ അത് എങ്ങനെ പരിഹരിക്കണമെന്നാണ് നമ്മുടെ സംസ്കാരം. ആ സംസ്കാരം നമ്മൾ മറന്നു പോകുമ്പോൾ നമ്മുടെ കലക്റ്റീവ് ഐഡൻറ്റിറ്റി തന്നെ ചോദ്യം ചെയ്യപ്പെടും. ആ സെൻസ് ഓഫ് ബിലോങ്ങിങ് ഇല്ല എന്ന് തന്നെ പറയാം പലർക്കും. അതുകൊണ്ട് തന്നെയാണ് വ്യക്തിപരമായി അസോസിയേഷൻ ഭാരവാഹികളെയും മറ്റുള്ളവരെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടിച്ചു തകർക്കാൻ സാധിക്കും. കിടന്ന് മലർന്ന് തുപ്പുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമാകുന്നു പല ജൂനിയർ അഭിഭാഷകരൊന്നും ഖേദകരമാണ്. പ്രശ്നങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെ പരിഹരിക്കുന്നുവെന്നാണ് നമ്മുടെ പക്വതയും അതിൻ്റെ സംസ്കാരവും. എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന കാലഘട്ടമല്ല. നമുക്ക് ഈ വരും തലമുറകളിൽ മാതൃകയാവേണ്ടതുണ്ട്. ചുരുക്കം ചിലർ മാത്രമേ നമ്മളോട് ഉള്ളൂ അങ്ങനെ ഒരു മാതൃക കാണിക്കുവാൻ. ഇപ്പോഴും ഞാൻ എപ്പോഴും ബഹുമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സീനിയർ അഭിഭാഷകൻ സുഗുണബാലൻ. അദ്ദേഹം പോലും ഇടപെടുന്നത് കാണും. പലരും അതുപോലെ അദ്ദേഹത്തെ പോലും അനുകരിക്കട്ടെ എന്ന് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പക്വതയോടു കൂടിയും കാര്യബോധത്തോടു കൂടിയും നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനൊരു സമൂഹത്തെ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അർപ്പണമാവാം നിങ്ങൾ പ്രൊഫഷനിൽ കാണിക്കുന്നതോടൊപ്പം തന്നെ പ്രൊഫഷനോടും നിങ്ങൾ ആ അർപ്പണമാവാം കാണിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെയൊക്കെ കലക്റ്റീവ് ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ് നമ്മൾ ഓരോ വ്യക്തിത്വം. നിങ്ങൾ എത്ര ഉയർന്ന നിലയിലെ വ്യക്തിയാണെങ്കിലും ആളുകൾ നിങ്ങളെ പേരെടുത്ത് പറയും അയാൾ നല്ല വ്യക്തിയാണെന്ന്. പക്ഷേ നിങ്ങളൊരു ലോയർ എന്ന നിലയിൽ പുച്ഛമായിട്ടാണ് കാണാൻ. നിങ്ങളെ കലക്റ്റീവ് ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട ഇപ്പോഴും കാണുന്നില്ല. നമ്മളെപ്പോഴും രാഷ്ട്രീയക്കാരെയും പോലീസുകാരെയും അഭിഭാഷകരെയൊക്കെ നമ്മൾ
ഒരു നെഗറ്റീവായിട്ടാണ് കാണുന്നത് സമൂഹ മാധ്യമങ്ങൾ. അത് നമ്മുടെ കലക്റ്റീവ് ഐഡൻറ്റിറ്റിയിൽ നമ്മൾ പരാജയപ്പെട്ടതുകൊണ്ടാണ് ജനങ്ങൾ അങ്ങനെ കാണുന്നത്. എല്ലാ കാലത്തും അപജയങ്ങളുണ്ട്, വ്യക്തിഗതമായ അപജയങ്ങളാണ്. പക്ഷേ കൂട്ടായിട്ടുള്ള അപജയങ്ങൾ വളരെ കുറവായിരുന്നു. ബഹുമാനത്തോടെ കൂടി കണ്ടിരുന്ന ഒരു സമൂഹമാണ് നമ്മുടെ അഭിഭാഷക സമൂഹം. നമ്മുടെ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെയായിരുന്നല്ലോ ഒരു കാലത്ത്. നമ്മൾ വളരെ ബഹുമാനത്തോടെ കൂടി മാത്രമേ അവരെ കാണുന്നുള്ളൂ. പക്ഷെ ഇന്ന് അവരെയും അഭിഭാഷകരും പോലീസുകാരൊക്കെ ആളുകൾ കാണുമ്പോൾ വളരെ ഭീതിയോടു കൂടി സംശയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, വിമർശിക്കപ്പെടുമ്പോൾ ആരും വിമർശത്തിന് അതീതമല്ല. നമ്മുടെ ആ സംസ്കാര മൂല്യത നമ്മൾ നിലനിർത്തണം. അങ്ങനെയാണ് നമ്മൾ വ്യതിരിക്തത ഉണ്ടാകുന്നത്. ഇത് പ്രത്യേകം ഇന്ന് പറയാൻ സാധാരണ ലാപ്ടോപ്പുമായി നിങ്ങളുടെ വിതരണ സമയത്ത് പ്രത്യേകം പറയാൻ കാരണം, ഈ അടുത്ത കാലത്ത് കൂടുതലാണ് ഇതുപോലുള്ള വിമർശനങ്ങൾ കാണുന്നത്. പ്രത്യേകിച്ച് ലോക്ക്ഡൗണിൻ്റെ സമ്മർദ്ദങ്ങളാവാം, സാമ്പത്തിക വിഷമങ്ങളാവാം, ആരോടെങ്കിലും പറഞ്ഞു തീർക്കുകയാണ് പലരും ചെയ്യുന്നത്. പക്ഷേ അവരെ കാണുമ്പോൾ അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട്, പലരും കാണുന്നുമുണ്ട്. കൈയടിക്കാൻ, ലൈക്ക് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവും. പക്ഷേ ആ ലൈക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിലെ അൺലൈക്കുകളായി മാറുകയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ പ്രൊഫഷൻ്റെ അൺലൈക്കുകളായി മാറുകയാണ്. ലോകത്ത് ഞാൻ എപ്പോഴും കാണാറുണ്ട്, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ജീവിതത്തിൽ, രണ്ട് തരത്തിലെ ക്രിറ്റിക്സുകളുണ്ട്. ഒന്നാമത് എല്ലാത്തിനെയും ക്രിറ്റിസൈസ് ചെയ്യാൻ. രണ്ട്, ക്രിറ്റിസിസം എന്ന് തോന്നാണെങ്കിലും അതൊരു ഉപദേശ രൂപത്തിൽ നല്ലത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർ നമ്മൾ കുറ്റം പറയാൻ സാധിക്കില്ല. പക്ഷെ മറ്റുള്ള ഒന്നാമത്തെ കാറ്റഗറിയിലെ ആൾക്കാരെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. അവർ സമൂഹത്തിനോ മറ്റുള്ളവർക്കോ ഒരു ഗുണവും ചെയ്തിട്ടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരെ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു ഗുണവും പോസിറ്റീവായിട്ട് ആർക്കും, അഭിഭാഷകർക്കായിട്ടോ സമൂഹത്തിനോ ചെയ്തിട്ടില്ല. മറിച്ച് ഫേസ്ബുക്കുകളോ വാട്സപ്പുകളോ ഉപയോഗിച്ച് ഇങ്ങനെ ക്രിറ്റിസൈസ്, അത് അവർക്ക് അതിൻ്റെ റെക്കഗ്നീഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമായിട്ടാണ് അവർ കാണുന്നത്. മറിച്ച് ഉത്തമ താല്പര്യങ്ങളുള്ളവർ ഉണ്ടെങ്കിൽ ആ ക്രിറ്റിസിസം ഉപദേശ രൂപത്തിലും നന്മയ്ക്ക് വേണ്ടിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവരെന്തെങ്കിലും സമൂഹത്തിന് ചെയ്തിട്ടുണ്ടാവും. സമൂഹത്തിനും നമ്മൾ കലക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം അതിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും. അവരൊരിക്കലും അങ്ങനെ ഒരു ക്രിറ്റിസിസത്തിന് പോകാറും കാണാറില്ല. അവർ ഉപദേശ രൂപത്തിൽ പലതും പറയും, അല്ലെങ്കിൽ അഭിപ്രായം പറയും. അപ്പോൾ ഒന്നും ചെയ്യാത്തവർക്ക് എന്തും പറയാനുള്ളവരാണ്, എന്നും ചെയ്യാം. ഏത് നിങ്ങൾ കാര്യത്തിൽ നിങ്ങൾ നോക്കിയാലും, ഒരു സമരത്തിൻ്റെ കാലമെങ്കിലും ഏതുമായെങ്കിലും ഒന്നും ചെയ്യാത്തവരാണ് എപ്പോഴും ഇതിനൊക്കെ മുന്നിലുണ്ടാവും. അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കരുത്. ഞങ്ങളുടെ യുവ അഭിഭാഷകർ എത്തിക്കുക. നിങ്ങൾ ആ ട്രാപ്പിൽ പെട്ടുപോയാൽ നിങ്ങളുടെ ലക്ഷ്യം തന്നെ തെറ്റിപ്പോകും. എല്ലാം മനസ്സിലാക്കി സ്വന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാക്കുക, സത്യത്തിൻ്റെ അന്വേഷണത്തിലേക്ക് പോവുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു വലിയൊരു മാറ്റമുണ്ടാകും. നിങ്ങൾക്ക് പരമായി ഉണ്ടാവുന്ന കുറേ സീനിയർമാർ ഇന്ന് ഇല്ല എന്ന് തന്നെ പറയാം. കുറച്ച് പേരുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളൊക്കെ കണ്ട് വളർന്ന മാതിരി നിങ്ങൾക്കും കാണാൻ സാധിക്കുകയില്ല. ആ ലക്ഷ്യം പോയാൽ, ഈ പ്രൊഫഷൻ്റെ ഐഡൻറ്റിറ്റി പോയാൽ ജനങ്ങളാണ് നിങ്ങളെ കൈവിടുക. ആരും തന്നെ നിങ്ങളോടൊക്കെ വരാറുണ്ടാവും. കാരണം നമ്മുടെ മനസ്സിൽ എപ്പോഴും സിനിസിസും ഡിസ്ട്രക്റ്റീവ് മെൻറ്റാലിറ്റിയുമാണുള്ളത്. ആരും നിങ്ങളെ വരുകയില്ല. നമ്മളെ പ്രൊഫഷനെ അത്രത്തോളം കണ്ടംപ്റ്റായിട്ടാണ് ആളുകൾ കാണുക. ഒരു മാറ്റം നമ്മൾ വരുത്തണം. നമ്മുടെ ചിന്തകളിൽ, പ്രവൃത്തികളിൽ മാറ്റം വരുത്തണം. നമ്മൾ പ്രൊഫഷൻ്റെ ഭാഗമാകുമ്പോൾ ആ പ്രൊഫഷന് എന്താണ് ഉത്തമം, ജനങ്ങൾക്ക് എന്താണ് ഉത്തമം, അതാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ വേണ്ടി നമ്മളതിന് ഉപയോഗിക്കും. നമുക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. നമ്മളങ്ങനെ ഒരു കൺസീലിയേറ്ററി ആ അപ്രോച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ സാധിക്കും. എല്ലാവർക്കും ഒരു ബാർ അസോസിയേഷൻ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് എല്ലാ ഉത്തരവാദിത്വം അവരുതാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ബാർ അസോസിയേഷൻ അംഗങ്ങൾ എല്ലാവരുമാണ് ഉത്തരവാദിത്വം. അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുടുംബത്തിൻ്റെ ഭാഗമാണ്, ജോയിൻറ്റ് ഫാമിലിയുടെ ഭാഗമാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ
നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഓരോ പ്രവൃത്തിയിലും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളിൽ ഞാൻ നേരിടാൻ പോകുന്ന വെല്ലുവിളി അല്ലെങ്കിൽ എൻ്റെ കമ്മിറ്റി നേരിടാൻ പോകുന്ന വെല്ലുവിളികളാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഈ ഫയലിംഗ് ആയിട്ട് ഏതായാലും മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനപ്പെടും. ഒരുപാട് എതിർപ്പുകൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ നിങ്ങളുടെ എതിർപ്പുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള എതിർപ്പുകളൊക്കെ ഇതാക്കും. പക്ഷേ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. കാരണം ഇനി മാറിയേ പറ്റുകയുള്ളൂ എന്ന ചിന്താഗതിക്കാരനാണ് ഞാൻ. ഈ ഫയലിംഗ് അടുത്ത ആഴ്ച മുതൽ ഒരു ജൂറിസ്ഡിക്ഷൻ ജയശങ്കർ നമ്പ്യാർ ജൂറിസ്ഡിക്ഷൻ തുടങ്ങും. ബുദ്ധിമുട്ടുകളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. ആ പ്രയാസങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അതുകൂട്ട് മുന്നോട്ട് പോവുക എന്നൊരു കാലഘട്ടത്തിലേക്കാണ് പോകേണ്ടത്. നിങ്ങൾക്കറിയണം, കേരളത്തിൽ ഒരു കോടതികളും അനുവദിക്കുന്നില്ല ഈ സർക്കാർ. 100-ൽ അതിൽ കൂടുതൽ കോടതികളുടെ പ്രപ്പോസൽ പെൻഡിങ് ഉണ്ട്. ഓരോ കോടതികൾക്ക് വേണ്ടത് 10ഉം 12ഉം സ്റ്റാഫുകളാണ്. പക്ഷേ നമ്മൾ ഒരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ, നമ്മൾ ഇവിടെ കമ്പ്യൂട്ടറൈസേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു 1/3 എംപ്ലോയീസിനെ നമുക്ക് സർപ്ലസായി കാണാൻ സാധിക്കും. ചെറിയൊരു കോപ്പി ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ തന്നെ ഇപ്പോൾ അടുത്ത് തന്നെ പൂർണ്ണമാവും. നമുക്ക് അവിടെ ഒരു സർപ്ലസ് 10ഓ 25ഓ പേരെ കിട്ടും. ഇവിടെ തപാൽ സെക്ഷനിലും വേറൊരു സെക്ഷനുണ്ട്, ഡെസ്പാച്ച് സെക്ഷനിലും. അവിടെ 10, 30, 35 പേരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ എല്ലാം IT എനേബിൾഡ് ടെക്നോളജി ആണെങ്കിൽ 30 പേരും എക്സസ് ആവും. ഈ ചെറിയ പരിഷ്കാരങ്ങൾ മതി. ഇവരെ നമുക്ക് എക്സസ്സായി ഡിപ്ലോയ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ കൂടുതൽ കോടതികൾ സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ അത് വക്കീലന്മാർക്ക് തന്നെയാണ് ഗുണം. കേസുകൾ പെട്ടെന്ന് തീരും, കൂടുതൽ കോടതികളുണ്ടാവും. പക്ഷെ അതിനൊക്കെ പരിഷ്കാരത്തിന് എതിര് നിന്നാൽ നമ്മൾ പഴയ പടിയിൽ കാളവണ്ടി തന്നെ പോകേണ്ടി വരുമെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാക്സിമം പൊട്ടൻഷ്യലായിട്ട് നമ്മൾ ഉപയോഗിക്കുക. പരിഷ്കാരങ്ങൾ വേണ്ടിവരും, ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഈ സംവിധാനങ്ങളൊക്കെ നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, പൊതുജനങ്ങളെ സേവിക്കാനാണ്. അത് ജഡ്ജിയായാലും വക്കീലായാലും അതേ ചിന്താഗതി ഉണ്ടാവണം. ജഡ്ജികൾ തമ്മിൽ അധികാരം കാണിക്കാനോ ഈ വക്കീൽ ഇതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ജീവിത ഉപാധി കാണണമെന്ന് മാത്രം ആഗ്രഹിക്കാൻ പാടില്ല. അതിനപ്പുറം നീതി തേടി വരുന്ന ഒരു മനുഷ്യൻ്റെ മുഖം എപ്പോഴും നമുക്കുണ്ടാവണം. ഇപ്പോൾ കോടതികളിൽ കാലഘട്ടത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ നമ്മൾ വലിയൊരു വെല്ലുവിളി നേരിടാൻ പോവുകയാണ്. ഇപ്പോൾ കൂടുതൽ കോടതികൾ വരണം. അതിന് ഒരേ മാർഗമേ ഉള്ളൂ, കമ്പ്യൂട്ടറൈസേഷൻ ചെയ്യാം, നമ്മൾ ടെക്നോളജി എനേബിൾഡ് സർവീസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ കോടതികൾ സാധിക്കും. അപ്പോൾ ഞാൻ ഈ അവസരം കൂടി അതിന് ഉപയോഗിക്കുകയാണ്. എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് എപ്പോഴും വന്ന് പറയാം, ഒരു തടസ്സവുമില്ല. പക്ഷേ ഈ പരിഷ്കാരമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ നമ്മൾ അത്യാവശ്യമായ കാര്യങ്ങളായി മാറിയിരിക്കും. അതിന് തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്കുണ്ടാകുന്ന വിഷമങ്ങളോ ഞങ്ങൾക്കുണ്ടാകുന്ന ന്യൂനതകൾ നിങ്ങൾ കാണിക്കുന്നതിലോ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ 6 മാസം കാലഘട്ടത്തിൽ തന്നെ എല്ലാ ഈ ഫയലിംഗ് പക്ഷേ ഞങ്ങൾ ക്ലർക്ക് കമ്മ്യൂണിറ്റീൻ്റെ ഞങ്ങൾ മുമ്പിലുള്ളതുകൊണ്ട് ഒരു വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഏതായാലും ഈ കമ്മിറ്റി ഫിസിക്കൽ ഫയലിംഗ് നിർബന്ധമായി ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം. കാരണം അല്ലെങ്കിൽ അതിന് ഒരുപാട് പോളിസിപരമായിട്ടുള്ള നയപരമായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഫിസിക്കൽ ഫയലിംഗ് നിർത്തിയാൽ ക്ലർക്ക് സമൂഹം തന്നെ അവരുടെ ജീവിതോപാധി പെട്ടെന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ അതും കൂടി ഞങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഫിസിക്കൽ ഫയലിംഗും ഉണ്ടാവും. ഓൺലൈൻ ഫയലിംഗ് തന്നെ എല്ലാ നമ്പറുകളും ജനറേറ്റ് ചെയ്ത് FSO അപ്രൂവ് ചെയ്ത് അങ്ങനെ ഫയലിംഗ് ആവാനാണല്ലോ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വെറും ഫയലിംഗ് മാത്രമാണ്. നെക്സ്റ്റ് ഘട്ടത്തിൽ അത് എല്ലാ കേരളത്തിലെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്ഥാപനങ്ങളെയും മാപ്പ് ചെയ്ത് നോട്ടീസ് തന്നെ അതിൽ പോകാനുള്ള സംവിധാനത്തും കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ നെക്സ്റ്റ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് 28-ാം തീയതി. ഈ പരിഷ്കാരങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഞങ്ങളെ അത്ര വലിയ പെർഫെക്റ്റും അല്ല. ഞങ്ങൾക്ക് അതിൻ്റെ കോസ്റ്റ് ഇതൊക്കെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കുറച്ച് ഡെഫിസിറ്റ് ഉണ്ട്. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളൊക്കെ സഹകരിക്കണം എന്നും കൂടിയാണ് പറയുകയാണ്. ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ലാപ്ടോപ്പ് കൊടുത്തു തന്നെ
ഈ അസോസിയേഷൻ്റെ തീരുമാനം അസോസിയേഷൻ അറിയാം ഭാവിയിൽ വരാൻ പോകുന്ന ചേഞ്ചുകൾ. കാരണം ഇതില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. ശരിയാണ്, പലർക്കും അഫോർഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ കേരളം ഒരു പടി മുന്നോട്ടാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ. കമ്പ്യൂട്ടർ ലിറ്ററസിയും ഇത് അഫോർഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴികെ നമ്മൾ കമ്പ്യൂട്ടർ ലിറ്ററസിയിൽ ഒരു പക്ഷേ മുന്നോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളില്ല. അപ്പോൾ സാങ്കേതിക പരിജ്ഞാനം ഉപയോഗിച്ച് നമ്മുടെ നീതി നിർവഹണ സർവീസ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് നിങ്ങളും കൂടി ആലോചിക്കേണ്ടത്. നിങ്ങളുടെ എപ്പോൾ എന്ത് ആക്ഷേപം എന്ത് ഇതുണ്ടെങ്കിൽ എൻ്റെ ചേംബറിലോ അല്ലെങ്കിൽ പ്രസിഡൻറ്റിനോടോ പറയാം, വരാം, അത് നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണങ്ങളൊന്നും കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പം 360 പേരോളം ലാപ്ടോപ്പ് ഉണ്ടാവും. എല്ലാവർക്കും ലാപ്ടോപ്പ് കിട്ടി. നമ്മുടെ നിങ്ങൾക്ക് നല്ലൊരു ഭാവിയും കൂടി ഉണ്ടാവട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you, sir. Now I would like to invite Advocate V.K. Prasad, sir, Director, KSFE, to deliver the felicitation. Thank you, sir. യോഗത്തിൻ്റെ അധ്യക്ഷൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലക്ഷ്മി നാരായണൻ, ഈ ചടങ്ങിലെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് മുഷ്താഖ് അഹമ്മദ്, സെക്രട്ടറി അഡ്വക്കേറ്റ് ടി കെ അജിത് കുമാർ, സദസ്സിലുള്ള പ്രിയ സഹപ്രവർത്തകരെ, KSFEയിലെ സ്റ്റാഫ് അംഗങ്ങളെ, ഏതാണ്ട് ഒരു മാസത്തോളം മുമ്പ് ഈ വേദിയിൽ തന്നെയാണ് നമ്മൾ ഈ സ്വപ്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നേരത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റുമൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് തടസ്സങ്ങളെ മറികടന്നുകൊണ്ടാണ് ഈ പരിപാടി അതിൻ്റെ ഒരു സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നത്. KSFE കേരളത്തിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു പ്രമുഖ ധനകാര്യ സ്ഥാപനം. ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അൺചാർട്ടഡ് വാട്ടേഴ്സ് എന്ന് പറയാവുന്നൊരു മേഖലയാണിത്. ചിട്ടി ആണ് KSFEയുടെ ഒരു പ്രധാന മേഖല. കൂടാതെ പേഴ്സണൽ ലോണുകളും ഉണ്ട് എങ്കിലും പൊതുവെ പരമ്പരാഗതവും വ്യവസ്ഥാപിതവുമായ സംവിധാനങ്ങളിലൂടെയും ഒക്കെ ആണ് വായ്പകൾ കൊടുക്കാറുണ്ടായിരുന്നത്. അതിനൊരു പൊളിച്ചെഴുത്ത് നടത്തിക്കൊണ്ട് പുതിയ ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് ഈ പദ്ധതിക്ക് വേണ്ടി ഒരു പ്രത്യേക സ്കീം ആവിഷ്കരിച്ചത്. സാധാരണഗതിയിൽ KSFE പേഴ്സണൽ ഗ്യാരണ്ടി ഇല്ലാതെ ഒരു പൈസ പോലും വായ്പ കൊടുക്കാറില്ല. ഇവിടെ പേഴ്സണൽ ഗ്യാരണ്ടി ഉണ്ട് എങ്കിലും പ്രധാനമായിട്ടും ഒരു ഗ്യാരണ്ടി എന്ന നിലയ്ക്ക് ആശ്രയിക്കുന്നത് നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസിൻ്റെ ചെക്ക് ഡിഡക്ഷൻ സംവിധാനം തന്നെയാണ്. കാരണം ആ സംവിധാനത്തിലൂടെ റീപേയ്മെൻറ്റ് നടക്കുമ്പോൾ അതിലെവിടെയെങ്കിലും മുടക്കം വന്നാൽ അത് NI ആക്ടിൻ്റെ സെക്ഷൻ 138 അട്രാക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ടും സ്വാഭാവികമായി മുടക്കം വരുത്തുന്നയാളുടെ സിബിൽ സ്കോറിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടും അത് മറ്റേതൊരു ഗ്യാരണ്ടിയേക്കാളും ഉറപ്പുള്ള ഒന്നാണ് എന്ന് KSFE പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് ഈ പദ്ധതിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത്. നമ്മുടെ ഹൈക്കോടതിയിലെ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാലത്തേക്കുള്ള പ്രയാണത്തിൻ്റെ തുടക്കമാണിത് എന്ന് ബഹുമാനപ്പെട്ട ജസ്റ്റിസും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. KSFEയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. വാസ്തവത്തിൽ കേരളത്തിലെ റീറ്റെയിൽ മാർക്കറ്റ് വളരെ വലിയ, ഏതാണ്ട് 20,000 കോടി രൂപ ആണ് കേരളത്തിലെ റീറ്റെയിൽ മാർക്കറ്റിൻ്റെ വലിപ്പം. റീറ്റെയിൽ ലോൺ മാർക്കറ്റ്. ആ മേഖലയിൽ പൊതുവെ KSFE കൈവച്ചിരുന്നില്ല. ബജാജ്, ഫിൻസർവ് ഒക്കെ പോലെയുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളാണ് ഈ FMCG എന്ന് പറയാവുന്ന ഈ മേഖലയിൽ വായ്പകളുമായിട്ട് മുമ്പിൽ നിന്നിരുന്നത്. വാസ്തവത്തിൽ ഈ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ ഈ പദ്ധതിയിലൂടെ കേരളത്തിലെ FMCG സെഗ്മെൻറ്റിൽ വായ്പ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ നീക്കമാണ് KSFE നടത്തുന്നത്. ഇപ്പോൾ വളരെ സന്തോഷകരമായൊരു കാര്യം, മറ്റ് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ, ചില അസോസിയേഷനുകൾ ഒക്കെ KSFEയുടെ ഡയറക്ടർ കൂടി ആയ ഞാനൊരു അഭിഭാഷകനാണ് എന്ന് മനസ്സിലാക്കി ഇപ്പോൾ പലരും തിരിച്ചറിഞ്ഞ്
ഈ പദ്ധതി ഞങ്ങൾക്കും കൂടി ഒന്ന് അനുഭവവേദ്യമാക്കി തരണം എന്ന ഡിമാൻഡ് വരെ വരുന്ന ഒരു സാഹചര്യം തീർച്ചയായും സന്തോഷകരമായ ഒന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു വിൻ വിൻ സിറ്റുവേഷൻ. KSFE സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മേഖലയിലേക്കുള്ള കാൽവെപ്പ്, അതുപോലെ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം മാറുന്ന കാലത്തിനനുസരിച്ച് ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ സ്വന്തം തൊഴിൽ, നേരത്തെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു സാമൂഹ്യ സേവനമാണ്, പൊതുജന സേവനമാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെ ഈ ഒരു ഉപാധി ഉപയോഗിക്കുക എന്ന ആ ഒരു സംവിധാനം അത് വളരെ വിജയകരമായ ഒന്നായി മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഏതായിരുന്നാലും ഈ പദ്ധതിയിലൂടെ ഇപ്പോൾ ഏതാണ്ട് 400ഓളം പേരാണ് ഇവിടെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. ഇനി ഒക്ടോബർ 15 വരെയാണ് ഇപ്പോഴത്തെ ഈ പദ്ധതി. ഇത് വിജയിക്കുകയാണെങ്കിൽ നേരത്തെ നമ്മുടെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹരിരാജ് ഒരു പകുതി തമാശയായി സൂചിപ്പിച്ചതുപോലെ നമുക്കിനിയും മറ്റ് മേഖലകൾ, മറ്റ് FMCG ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പോലും ആവിഷ്കരിക്കാനുള്ള ഒരു തുടക്കമായി ഇത് മാറാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായിരുന്നാലും കോവിഡ് ഉയർത്തിയ വെല്ലുവിളി എങ്ങനെ ഒരു അവസരമാക്കി മാറ്റാം എന്നുള്ളതിന് നമ്മൾ നമ്മുടേതായൊരു മാതൃക സൃഷ്ടിക്കുകയാണിവിടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഒട്ടാകെ വലിയ തോതിൽ വിജയത്തിനുള്ള ഒരു മാതൃക, ഒരു മോഡൽ ആയി പരിണമിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Now I would like to invite Mr. Vijit Kumar, Manager, KSFE, to deliver the felicitation. Please, sir. ബഹുമാനപ്പെട്ട ജസ്റ്റിസ്, മറ്റു അഡ്വക്കേറ്റ്സ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ എറണാകുളം KSFE DHOD ബ്രാഞ്ച് ശാഖാ മാനേജറാണ്. ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ എൻ്റെ ബ്രാഞ്ചിനെ ഇത് ഏൽപ്പിച്ചതിൽ ആദ്യമേ ഞാൻ പ്രസാദ് സാറിന് വളരെ നന്ദി അർപ്പിക്കുകയാണ്. ഞാൻ ഏറ്റെടുത്തത് വളരെ നന്നായി ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകർ ഞാൻ ഇതിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. സാധാരണഗതിയിലൊരു മാക്സിമം ഒരു 5-10 ലോൺ ചെയ്തിരുന്ന ഒരു സമയത്ത് നമ്മൾ ഓരോ ദിവസവും 50 ലോൺ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെയുള്ളവർ തയ്യാറായി. ഇന്നലെ 50 ലോൺ നമ്മൾ പ്രോസസ്സ് ചെയ്തു. ഇന്ന് 50 ലോൺ ചെയ്തിട്ടുണ്ട്. നാളെ 50 ലോൺ. അങ്ങനെ ഞങ്ങൾ എന്തിനും വേണ്ടി ഞങ്ങൾ പ്രസാദ് സാറ് പറഞ്ഞ പോലെ പണ്ടത്തെ കാലഘട്ടത്തിലെ KSFE അല്ല ഇപ്പം. നിങ്ങൾ സത്യം പറഞ്ഞാൽ KSFEയിൽ വരുന്നവർ ഒരിക്കലും KSFE കുറ്റപ്പെടുത്താറില്ല. KSFEയിൽ കാലുകുത്താത്തവരാണ് KSFE കുറിച്ച് മോശം പറഞ്ഞ മറ്റു പലരെയും KSFEയിൽ പോയ നൂലാമാലകൾ. നിങ്ങൾക്കറിയാം, KSFE ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ജാമ്യ വ്യവസ്ഥകളില്ലാതെ ഒരു സീനിയർ അഡ്വക്കേറ്റിൻ്റെ ജാമ്യത്തിൽ ഇത്ര നല്ലൊരു സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ അത് എന്തുകൊണ്ടും KSFEയുടെ ഒരു ചുവടുമാറ്റമാണ്. എല്ലാവരും അത് ഉൾക്കൊണ്ട് ഇനിയും KSFE എന്തിനും തയ്യാറായിട്ട് ഇതുപോലത്തെ ഒരു, അതായത് കസ്റ്റമേഴ്സിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഏത് ഇതിനും KSFE ഉണ്ടാകും. അത് പ്രസാദ് സാറിനെ പോലുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ അതിൻ്റെ വരുന്ന പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ജീവനക്കാർ എന്തിനും തയ്യാറായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഞാൻ ഉറപ്പ് നൽകുന്നു. അതുപോലെ എനിക്കൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റേഷൻ എന്നുള്ളത്, ഇവിടെ നിന്ന് തന്ന ഡോക്യുമെൻറ്റുകളിൽ ഒരു പഴുത് പോലും, അതായത് ഒരു നമുക്കറിയാം, എനിക്ക് സത്യം പറഞ്ഞ ഒരു ഒപ്പ് മാത്രമേ ആ ഫോമിൽ ഇടേണ്ടി വന്നിട്ടുള്ളൂ. ഒരു പാസ്സാക്കി എന്ന് പറഞ്ഞ് മാത്രം ഒപ്പ്. എല്ലാ രീതിയിലും വളരെ പെർഫെക്റ്റ് ആയിരുന്നു ഇവിടുത്തെ ഡോക്യുമെൻറ്റേഷൻ. അതെന്തുകൊണ്ട് ഇവിടുത്തെ അതിന് നേതൃത്വം നൽകിയ ഹരിരാജ് സാറിനാണെങ്കിലും മറ്റിവിടുത്തെ ജീവനക്കാർക്കാണെങ്കിലും വളരെ നന്നായിട്ട് അവർ ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു രീതിയിൽ എനിക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അതിനും വളരെ നന്ദിയുണ്ട്. ഇനി ഇതുപോലത്തെ എന്തായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുവാണെങ്കിൽ എൻ്റെ ബ്രാഞ്ചിൽ ഞാൻ ഉറപ്പായിട്ടും സേവനം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Now I would like to invite Advocate S. Ranjit, Secretary, to deliver the vote of thanks. Please. ഇന്നത്തെ ദിവസം ജൂനിയർ അഭിഭാഷകരെ സംബന്ധിച്ചിട്ട് വളരെ ഒരു സന്തോഷത്തിൻ്റെ ദിനമാണ്. ഞാൻ പറയാതെ തന്നെ അറിയാം, നമുക്ക് ജൂനിയർ അഭിഭാഷകർക്ക് വേണ്ടി ഇങ്ങനെയൊരു സ്കീം അസോസിയേഷൻ അവതരിപ്പിക്കുമ്പോൾ അത് ആദ്യം ജൂനിയർ അഭിഭാഷകർക്ക് എന്ന രീതിയിൽ തുടങ്ങിയെങ്കിലും പിന്നീട് അത് എല്ലാ അഭിഭാഷകർക്കുമായി
മാറ്റിക്കൊണ്ടുവരാൻ ആ സ്കീമിന് സാധിച്ചു. ഞാൻ മുസ്താഖ് സാറ് പറഞ്ഞതിൽ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. സാറ് പറയാൻ വിട്ടുപോയതാണ്. സാറിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ ഞാനത് കൂട്ടിച്ചേർക്കുകയാണ്. നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെ സ്കീം നമ്മൾ ജൂനിയർ അഭിഭാഷകർക്ക് കൊടുക്കുന്നിടം നമുക്ക് ഇനി അടുത്തതായി നമുക്കിവിടെ ഹൈക്കോടതിയിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടി വന്നിരുന്നത് വൈഫൈ കണക്ടിവിറ്റിയാണ്. അത് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് മുസ്താഖ് സാറിനോട് നമ്മുടെ അസോസിയേഷൻ അതിന് റിക്വസ്റ്റ് ചെയ്യുകയും ഈ കമ്മിറ്റി അതിന് മുൻകൈ എടുക്കുകയും നമ്മുടെ ഹൈക്കോടതിയിൽ അടുത്ത ദിവസം തന്നെ എല്ലാ മേഖലകളിലും ഹൈക്കോടതിയുടെ നമ്മുടെ അസോസിയേഷൻ്റെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അകത്ത് പല ഭാഗങ്ങളിലായി വൈഫൈയുടെ റൗട്ടറുകൾ വരുന്നതാണ്. അതുപോലെ തന്നെ പുതിയ ടവർ തന്നെ മൊബൈൽ കമ്പനികൾ നമ്മുടെ ഹൈക്കോടതിയുടെ ബിൽഡിങ്ങിൽ സ്ഥാപിക്കുന്നുണ്ട്. നമ്മുടെ കണക്ടിവിറ്റി ഇഷ്യൂസ് എല്ലാം ഇതോടുകൂടി മാറുന്നതാണ്. നമുക്ക് നിലവിൽ വീഡിയോ കോൺഫറൻസ് ചെയ്യുന്നതിന് ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ആകെ കണക്ടിവിറ്റി കിട്ടുന്ന സൈഡ് എന്ന് പറയുന്നാൽ മുസ്താഖ് സാറിൻ്റെ കോടതി ഇരിക്കുന്ന 7E, അതുപോലെ തന്നെ ആ ഭാഗത്ത് വരുന്ന 2E, അതുപോലെ തന്നെ ആ ഭാഗത്ത് മാത്രമാണ് നമുക്ക് നിലവിൽ കണക്ടിവിറ്റി കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ കോടതി നടക്കുന്ന സമയം ഏറ്റവും കൂടുതൽ ആളുകൾ കൂടി നിൽക്കുന്ന വരാന്ത എന്ന് പറയുന്നത് മുസ്താഖ് സാറിൻ്റെ കോടതിയുടെ 7E, അതുപോലെ തന്നെ ആ താഴേക്കുള്ള ആ ഭാഗത്താണ്. കാര്യം അവിടെ മാത്രമാണ് കണക്ടിവിറ്റി നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ അസോസിയേഷൻ്റെ ലൈബ്രറി. ആ ഒരു വിഷമം നമുക്ക് അടുത്ത ദിവസം കൊണ്ട് മാറുകയാണ്. നമ്മുടെ ഹൈക്കോടതിയുടെ ബിൽഡിങ്ങിൻ്റെ അകത്ത് എല്ലായിടത്തും വളരെ ഭംഗിയായ രീതിയിൽ കണക്ടിവിറ്റി വരുന്നുണ്ട്. അത് ഈ ലാപ്ടോപ്പ് സ്കീമിൻ്റെ നമുക്ക് ലാപ്ടോപ്പ് ലോഞ്ച് ചെയ്തതിൻ്റെ ഉടനടി തന്നെ അതും കൂടി വരുന്നത് നമുക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം നമുക്ക് വീഡിയോ കോൺഫറൻസിങ് എല്ലാം വളരെ സൗകര്യമായി നമുക്ക് കോടതിയുടെ വൈഫൈ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ കോൺഫറൻസിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇനി അധികം നീട്ടുന്നില്ല. ഇന്നത്തെ ഈ ചടങ്ങിൽ നമ്മുടെ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻ്റാണ് ശ്രീ ആർ ലക്ഷ്മി നാരായൺ സാറിന് ഔദ്യോഗികമായി നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളുടെ ഈ ഇന്നത്തെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് നമുക്കെല്ലാം പ്രിയപ്പെട്ട ജസ്റ്റിസ് മുസ്താഖ് സാറാണ്. മുസ്താഖ് സാറിന് യോഗത്തിൻ്റെ പേരിൽ, ഈ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സ്കീം അവതരിപ്പിച്ച നമ്മുടെ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ഹജാജ് സർ, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി അജിത് കുമാർ സർ, അതുപോലെ തന്നെ ആശംസ അർപ്പിച്ച പ്രസാദ് സർ, അതുപോലെ തന്നെ KSFEയുടെ മാനേജർ വിജിത് കുമാർ, അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ അഭിഭാഷകർക്കും, അതുപോലെ തന്നെ ലാപ്ടോപ്പ് കൈപ്പറ്റിയ മുഴുവൻ അഭിഭാഷകർക്കും, ഈ ചടങ്ങ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you all. The meeting stand disposed. Thank you.